നമസ്കാരം. ഉപ്പിനേക്കാൾ പുളിയുള്ളതായി ഉപ്പിലിട്ടത് മാറുന്ന കാഴ്ചയാണ് വാരണസിയിലെ ജ്ഞാൻവ്യാപി മസ്ജിദിന്റെ നിലവറയിൽ ജനുവരി 31 രാത്രിയിൽ കണ്ടത്. ജ്ഞാൻവ്യാപി പള്ളിയുടെ തെക്കേ നിലവറയിൽ പൂജ നടന്ന ജനുവരി 31 രാത്രി വാരണസി കമ്മീഷണർ കൗശൽ രാജ് ശർമ്മ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണസിയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നതോടെ രാജ്യത്താകെ ഈ ചോദ്യം അലയടിക്കുകയാണ്. പുറത്തുവന്ന ചിത്രത്തിൽ ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദു മതാചാര പ്രകാരമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. ഹിന്ദുത്വ സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സുരക്ഷാ ഏജൻസികളുടെ ഇടയിലും നടക്കുന്ന ചർച്ചകളിൽ ജനുവരി 33 രാത്രി പൂജയോടനുബന്ധിച്ച ചിത്രമാണ് ഇത് എന്നാണ് പറയുന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പൂജയുടെ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്ന ഔദ്യോഗിക സംഘത്തിലെ ചില ആൾക്കാരടക്കം നിരവധി പേരെ ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ സത്യാവസ്ഥ വ്യക്തമായി അറിയുക എന്ന ഉദ്ദേശത്തോടെ അന്വേഷണം നടത്തിയ മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ചിത്രം ജ്ഞാൻവ്യാപിയിൽ നിന്നുള്ളതാണെന്ന് സാക്ഷ്യപ്പെടുത്തി. പൂജ നേരിട്ട് കണ്ടിട്ടുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പറ്റം ആളുകൾ ചിത്രത്തിലുള്ളത് കൗശൽ രാജ് ശർമ്മയാണ് എന്നും അദ്ദേഹം ജ്ഞാൻവ്യാപിയിലെ പാതിരാ പൂജയുടെ മുൻപന്തിയിൽ നിന്നതായും അവർ വ്യക്തമാക്കി എന്നാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ വെളിപ്പെടുത്തിയത്. കൂടാതെ പൂജയുടെ സമയത്ത് വാരണസി ജില്ലാ മജിസ്ട്രേറ്റ് എസ് രാജലിംഗം, പോലീസ് കമ്മീഷണർ അശോക് മുക്ത ജെയിൻ, വിശ്വനാഥ് മന്ദിർ മുൻ സിഇഒ സുനിൽ വർമ്മ, നിലവിലെ സിഇഒ മിന്ദർ മിശ്ര എന്നിവരും ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞതും വെങ്കടേഷ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. CRPF ഉൾപ്പെടെ ഒരു വലിയ നിര സുരക്ഷാ സേനയും ജനുവരി 31 രാത്രി അവിടെ തമ്പടിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് ജ്ഞാൻവ്യാപി പള്ളിയുടെ നിലവറയിൽ പാതിരാ പൂജ നടന്നത്. പൂജയ്ക്ക് ശേഷം ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കോടതി വിധി നടപ്പാക്കി എന്ന് പറയുന്ന വീഡിയോ അവിടെ കൂടി നിന്നവർ എടുത്തു പ്രചരിപ്പിക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. പൂജ നടത്തിയെന്ന് ഉദ്യോഗസ്ഥർ വീഡിയോയിൽ അസന്നിഗ്ധമായി പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇനിയും തുടർച്ചയായി പള്ളിയിൽ പൂജകൾ നടത്തുമോ എന്ന ചോദ്യത്തിനും ഉദ്യോഗസ്ഥർ കൃത്യമായി മറുപടി നൽകുന്നില്ല. എല്ലാ ചോദ്യത്തിനുമുള്ള ഒറ്റ ഉത്തരം കോടതി വിധി നടപ്പിലാക്കി എന്ന് മാത്രമാണ്. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വിശ്വാസികൾ ഈ ചിത്രവും വീഡിയോയും വ്യത്യസ്ത ചോദ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു കോടതി വിധിയുടെ മറവിൽ അത് ഉയർന്ന കോടതികളിൽ എതിർക്കപ്പെടാം എന്നിരിക്കെ കമ്മീഷണർക്കോ അവിടെ സന്നിഹിതരായിരുന്ന മറ്റുദ്യോഗസ്ഥർക്കോ മതപരമായ പൂജ നടത്താൻ എന്ത് അധികാരമാണ് ഉള്ളത് എന്നാണ്. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണത്തിന് കമ്മീഷണറെയും ജില്ലാ മജിസ്ട്രേറ്റിനെയും ഉൾപ്പെടെ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവരാരും അതിന് തയ്യാറായില്ല എന്നും വെങ്കടേഷ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനുവരി 31 ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ആരാധന പള്ളി പരിസരത്ത് അനുവദിച്ചുകൊണ്ടുള്ള വാരണസി ജില്ലാ കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ 8 മണിക്കൂറിനുള്ളിൽ ജ്ഞാൻവ്യാപി പള്ളിക്ക് ചുറ്റുമുണ്ടായിരുന്ന ബാരിക്കേഡ് അധികൃതർ തകർത്തു. നിയമാനുസൃതമായി ആവശ്യമായ സജ്ജീകരണങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ കോടതി വിധി നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നിരിക്കെ ഇത് അസാധാരണമാണ്. കോടതി വിധി നടപ്പിലാക്കാൻ 7 ദിവസം അനുവദിച്ചിരുന്നു എന്നിരിക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ധൃതി മറ്റൊരു ഹിന്ദുത്വ പദ്ധതി നടപ്പിലാക്കാനുള്ള അനാവശ്യ ഉത്സാഹമാണ് കാണിക്കുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ മോദി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച മുഖ്യ യജമാനൻ എന്ന മാതൃക പിന്തുടരാനാണ് ശർമ്മ ശ്രമിച്ചത് എന്നാണ് പൂജാ ചിത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹ്യ മാധ്യമ ചർച്ചകളിൽ ജനങ്ങൾ പറയുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പൂജാരിമാരെയും മറ്റ് മതമേലധ്യക്ഷന്മാരെയും എന്തിന് ശങ്കരാചാര്യന്മാരെ പോലും പിന്തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യ യജമാനനായത്. അതേസമയം ജ്ഞാൻവ്യാപി പള്ളിയിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന അഞ്ജുമാൻ ഇൻതസാമിയ മസ്ജിദിന്റെ ട്രസ്റ്റികളോ ഭാരവാഹികളോ ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയെക്കുറിച്ചോ വീഡിയോയെക്കുറിച്ചോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും വെങ്കടേഷ് രാമകൃഷ്ണൻ വ്യക്തമാക്കി. തീർത്തും അധാർമികമായ നടപടികളിലൂടെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ നിയമം നടപ്പിലാക്കാനെന്ന വ്യാജേന ഹിന്ദുത്വ അജണ്ടയുടെ കൈകാര്യക്കാരായി മാറുന്ന കാഴ്ചയാണ് ജ്ഞാൻവ്യാപിയിൽ അരങ്ങേറിയത്. ഇതൊക്കെ കാണുമ്പോൾ ഇനിയും ഇതുപോലെ എന്തെല്ലാം കാണേണ്ടി വരും എന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ തൊണ്ടയിൽ തട്ടുന്നത്.